ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല. അഗ്നിനേത്ര ഭാഗം 37. അഗ്നിക്കാണ് കോഫി എന്ന് അവൾ പറഞ്ഞതും ആദ്യം അവയുടെ മുഖത്ത് സന്തോഷം നിറയുകയും എന്നാൽ എന്തോ ഓർമ്മ വന്നതും ആ സന്തോഷം മാറി മുഖം സങ്കടത്താൽ വാടി. അവിടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും നച്ചു പരിഭ്രമത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ശീലേച്ചി, എന്തു പറ്റി? ഞാൻ അഗ്നിക്ക് ചായ ഉണ്ടാക്കിയത് കൊണ്ടാണോ ഈ മുഖം വാടിയത്? എങ്കിൽ ചേച്ചി തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ പറഞ്ഞതും അവർ അവളുടെ കയ്യിൽ പിടിച്ചു. അതൊന്നല്ല മോളെ, അഗ്നിമോൻ ഈ വീട്ടിൽ നിന്നും പച്ചവെള്ളം പോലും കുടിക്കില്ല. അവർ പറഞ്ഞതും ഞെട്ടലോടെ അവൾ അവരെ നോക്കി. സത്യമാണ് മോളെ, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കാശ് മുടക്കുന്നത് ആ മോനാണ്. എനിക്ക് ശമ്പളം തരുന്നത് ഉൾപ്പെടെ. പക്ഷേ ആ കുഞ്ഞ് ഇവിടെ നിന്ന് ഒന്നും കഴിക്കില്ല. എങ്ങനെ കഴിക്കും? 10 വയസ്സുള്ളപ്പോൾ തൊട്ട് ആ കുഞ്ഞിനെ ആ പിശാച് പട്ടിണിക്കിട്ടിട്ടുണ്ട്. വിശന്ന് കരയുന്ന കുഞ്ഞിനെ പണിയെടുക്കാതെ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മോളെ, അവർ അവരുടെ മോന് അടുത്തിരുത്തി വാരി കൊടുക്കുമ്പോൾ ഒന്നും കഴിക്കാതെ ഒഴിഞ്ഞ വയറാലെ അവരെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞു കണ്ണുകളിലെ വിഷമം. അന്ന് ആ മോനെ സ്വന്തം അമ്മയെ പോലെ നോക്കിയതും ഭക്ഷണവും സ്നേഹവും നൽകിയതും കല്യാണി മാഡമാണ്, കാശിസാറിൻ്റെ അമ്മ. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ മുതൽ ആ മോൻ ഇവിടെ നിന്നും ഒന്നും കഴിക്കാറില്ല. എന്നാൽ അവനെ ദ്രോഹിച്ചവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനാണ് എന്നെ ഇവിടെ വെച്ചത്. പാവമാണ് അഗ്നിമോൻ. ഈ കാണുന്ന ദേഷ്യവും ഇപ്പോഴുള്ള എല്ലാ സ്വഭാവവും എല്ലാം ഇവിടെയുള്ളവരുടെ സ്വഭാവം കൊണ്ട് തന്നെ ഉണ്ടായതാണ്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. മോള് വെറുതെ രാവിലെ അത് കൊണ്ടുചെന്ന് ചീത്ത കേൾക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് ഷീല തൻ്റെ പണികളിലേക്ക് കടന്നു. എന്നാൽ എല്ലാം കേട്ടു നിന്ന നേത്രയ്ക്ക് അവൻ അനുഭവിച്ചതൊക്കെ ഓർക്കും തോറും മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. അവൾ കപ്പ് കയ്യിലെടുത്ത് റൂമിലേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിയ ഷീല അവളുടെ പോക്ക് കണ്ടതും ഒരു പിഞ്ചിരി അവയുടെ ചുടികളിൽ വിരിഞ്ഞു. അഗ്നിമോന് പറ്റിയ പെൺകുട്ടി തന്നെ. ഇനി അവനെ പണ്ടത്തെ പോലെ ആക്കിയെടുക്കാൻ അവളെക്കൊണ്ട് സാധിക്കും. അവർ മനസ്സാലെ വിചാരിച്ച് തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു. റൂമിലേക്ക് ചെന്ന നേത്ര അവിടെയൊക്കെ അഗ്നിയെ നോക്കിയെങ്കിലും എവിടെയും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. അവൾ കയ്യിലിരിക്കുന്ന കപ്പ് ടേബിളിൽ വെച്ച് ഫോണും എടുത്ത് ബെഡിലിരുന്നു. കുറച്ചു കഴിഞ്ഞതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നച്ചു മുഖം ഉയർത്തി നോക്കി. കുളി കഴിഞ്ഞ് തല തോർത്തി മുഖം ഉയർത്തിയ അഗ്നി തനിക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നേത്രയെ പെട്ടെന്ന് കണ്ടതും അവൻ ഒരടി പിന്നിലേക്ക് വെച്ചു. അത് കണ്ടതും അവൾക്ക് അറിയാതെ ചിരി വന്നു. എന്താ? ഗൗരവത്തോടെ അഗ്നി ചോദിച്ചതും അവൾ ഒന്നുകൂടി അവനടുത്തേക്ക് നിന്നു. അതിൽ അവൻ ശരിക്കും പതറി. അതും മറിച്ച് അവൻ ഗൗരവത്തോടെ ചോദിച്ചു, എന്താടി, എന്തിനാ എൻ്റെ മേത്തോട്ട് ഒട്ടി നിൽക്കുന്നത്? ദേ, ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, മാറി നിൽക്കടേ അങ്ങോട്ട്. അഗ്നി പറഞ്ഞതും അവൾ അതേ ചിരിയോടെ അവനിലേക്ക് ഒന്നുകൂടി അടുത്ത് നിന്നു. അതോടെ അവൻ പിന്നിലെ മിറർ ടേബിളിൽ ഇടിച്ചു നിന്നു. അവൾ തൻ്റെ കൈയെടുത്ത് അവൻ്റെ കഴുത്തിലൂടെ ഇട്ട് അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു. എന്താ ദത്തേട്ടാ, ഇന്നലെ രാത്രി തന്നതൊന്നും പോരാനിട്ടാണോ? ഇനിയും കുസൃതി കാണിക്കാനാണെങ്കിൽ ഞാൻ താങ്ങില്ല കേട്ടോ. ദാ, എൻ്റെ ദേഹം മുഴുവൻ പാടുകളാ. ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക? അത്യാവശ്യം ഉച്ചത്തിൽ അവൾ പറഞ്ഞതും അവന് സംശയം തോന്നി. അതറിഞ്ഞ പോലെ അവൾ കണ്ണുകൊണ്ട് പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞതും വാതിലിന് മറവിൽ നിൽക്കുന്ന അനാമികയെയും ലതയെയും അവൻ കണ്ടു. ഓ, ഇവർക്ക് ഈ ഒളിഞ്ഞുനോട്ടം തന്നെയാണോ പണി? ശരിയാക്കി തരാം, മനസ്സിലോർത്ത് അവൻ ചിരിച്ചു. ശേഷം നേത്രയുടെ ഇടുപ്പിലൂടെ 2 കൈയും ചേർത്ത് പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ദേഹം മുഴുവനായും അവനിലേക്ക് ചേർന്നു. 2 പേരിലും ഒരുപോലെ ഒരു വിറയിൽ കടന്നുപോയി. അകന്നു മാറാൻ നോക്കിയ നേത്രയെ അവൻ ബലമായി പിടിച്ചു വെച്ചു. ശരി, എൻ്റെ ചാരൂട്ടി പറഞ്ഞതല്ലേ, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ തന്നതൊക്കെ എനിക്ക് ഇപ്പോൾ തിരിച്ചു തരണം. അവൻ്റെ വാക്കുകൾ കേട്ടതും ലതയും അനാമികയും ഇനിയും ഒന്ന് കാണാനും കേൾക്കാനും ത്രാണിയില്ലാതെ അവിടെ നിന്നും ചവിട്ടി തുള്ളിപ്പോയി. അത് നേത്ര കണ്ണാടിയിലൂടെ കാണുകയും ചെയ്തു. അപ്പോഴാണ് തനിക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ടത്. അതിനെന്ത് ദത്തേട്ടാ, ഇന്നലെ തന്നത് ചൂടോടെ തന്നെ തിരിച്ചു തരാം കേട്ടോ.
ഇത്തവണ അവളുടെ വാക്കുകൾ കേട്ടതും അഗ്നി പകച്ചു വാ തുറന്നുപോയി. അതേസമയം അവളെ ഇടുപ്പിൽ വെച്ചിരുന്ന കയ്യിൽ പൊള്ളൽ അനുഭവപ്പെട്ടതും അവൻ വേഗം അവളിലെ പിടിവിട്ട് മാറി നിന്നു. കൈ കുടഞ്ഞു. എടി, ഹ, ദേഷ്യപ്പെടാതെ, എന്നോട് തരാൻ പറഞ്ഞു. ഞാൻ ചൂടോടെ തന്നു. ഇനി ചായയും കുടിച്ച് താഴേക്ക് പോരെ. ഇന്നത്തെ ബാക്കി അഭിനയം നമുക്ക് കാഴ്ചവെക്കണ്ടേ? നീ ആരടി എനിക്ക് ചായ കൊണ്ടുതരാൻ? എനിക്കൊന്നും വേണ്ട. കൈ പൊള്ളിയ ദേഷ്യത്തിൽ അഗ്നി വന്നതും അവൾ ചിരിച്ചു. അയ്യോ, അതറിയില്ലേ? നിങ്ങൾക്ക് ചായ കൊണ്ടുതരാൻ ഏറ്റവും അധികാരമുള്ള ഭാര്യയല്ലേ ഞാൻ. വേഗം കുടിച്ചാട്ടെ. അവൾ കയ്യിലിരിക്കുന്ന കപ്പ് ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് നീട്ടിപ്പിടിച്ചു. അപ്പോൾ അവന് ഓർമ്മ വന്നത് ദാഹിച്ചു വലഞ്ഞ് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ലതയാണ്. അവൻ്റെ കണ്ണുകൾ ഓർമ്മയിൽ നിറഞ്ഞതും അവൾ കാണാതിരിക്കാൻ അവൻ തിരിഞ്ഞു നിന്നു. എന്നാൽ അത് നേത്ര വ്യക്തമായി കണ്ടിരുന്നു. അവൾക്കും എന്തുകൊണ്ടോ മനസ്സിൽ ചെറിയ വിഷമം തോന്നി. അതെ, ഈ കല്യാണ നാടകത്തിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാകും. സോ നിങ്ങളുടെ ചെലവിലാവും എൻ്റെ ജീവിതം. അപ്പോൾ അതിൽ പ്രത്യുപകാരമായി കണക്കാക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ ഒപ്പമുള്ള കാലം അത്രയും നിങ്ങൾക്ക് ഭക്ഷണം എൻ്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരും. അതിന് സമ്മതമല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഒന്നും കഴിക്കാതെ പുറത്തു നിന്നും വരുത്തി കഴിക്കും. അത് നിങ്ങളെ ശത്രുക്കൾ കാണും. നമ്മൾ തമ്മിലുള്ള നാടകം മനസ്സിലാകും. പിന്നെയും നിങ്ങൾ അവരുടെ മുന്നിൽ തോൽക്കും. അത് വേണോ? നേത്ര ചോദിച്ചതും അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവന് തോന്നി. അവൻ വേഗം അവൾക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. ഏലക്കയിട്ട് ചായയുടെ രുചി നാവിൽ തട്ടിയതും അവന് അവൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അവൻ കുടിക്കുന്നത് കണ്ടതും ചെറുചിരിയോടെ അവൾ താഴേക്ക് നടന്നു. വേഗം അടുക്കളയിലേക്ക് ചെന്നു. അഗ്നി ചായ കുടിച്ചു എന്നറിഞ്ഞതും ഷീലയ്ക്കും ഒരുപാട് സന്തോഷമായി. രണ്ടുപേരും ചേർന്ന് രാവിലത്തേക്കും ഉച്ചത്തേക്കുമുള്ളതും ഉണ്ടാക്കി. അഗ്നി ഓഫീസിൽ പോകാൻ തയ്യാറായി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്തു വെക്കുന്ന നേത്രയാണ്. ആ സമയം ടേബിളിനടുത്ത് അഗ്നി ഒഴിച്ച് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിന്നു. ദത്തേട്ടാ, എന്തവിടെ നിൽക്കുന്നേ? വന്ന് ഭക്ഷണം കഴിക്കൂ. നേത്ര വിളിക്കുന്നത് കേട്ടതും യാദവ് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം നിറയിൽ കയറി ചുമച്ചു തുടങ്ങി. അനാമിക അത് കണ്ടതും വന്ന ദേഷ്യം അടക്കി അവൻ്റെ തലയിൽ തട്ടിക്കൊടുത്തു. അയ്യോ, നിനക്കത് അറിയില്ലേ? അവൻ അവിടെ നിന്നും ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യയാണ് നീയെങ്കിൽ നീയും ഇവിടെ നിന്ന് കഴിക്കരുത്. ലതേ, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? അഗ്നി ഇവിടെ നിന്നും കഴിക്കാതായത് എന്തുകൊണ്ടാണെന്ന് ആരെക്കാളും നന്നായി നിനക്കറിയാം. ആ കാരണം അറിയാൻ ഞാൻ വൈകിപ്പോയി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കാൻ നീ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. കേട്ടല്ലോ, ഇപ്പം നീ ഇന്ന് കഴിക്കുന്നത് പോലും അവൻ്റെ അധ്വാനം കൊണ്ടുണ്ടായതാണ്. അത് മറക്കരുത് നീ. വിശ്വം പറഞ്ഞതും ദേഷ്യം വന്നെങ്കിലും അവർ അടക്കി പിടിച്ചിരുന്നു. നേത്ര അഗ്നിയെ നോക്കിയതും അവൻ വന്നിരുന്നു. അത് കണ്ട് ചെറുചിരിയോടെ അവൾ അവന് വിളമ്പിക്കൊടുത്തു. അവനൊപ്പം നിന്നു. ഇത് കണ്ട യാദവിനും ദേഷ്യം വന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ഒരിക്കൽ പോലും അനാമിക താൻ കഴിച്ചു എന്ന് അന്വേഷിക്കുകയോ വിളമ്പിത്തരുകയോ ചെയ്തിട്ടില്ല.